ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ മൂവി എന്ന് പറയുന്നത് നൈറ്റ് ക്രോളറാണ്. 2014 ഡാൻ ഗിൽറോയ് ഡയറക്റ്റ് ചെയ്ത മൂവിയാണിത്. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണിത് ഡയറക്ഷനിൽ. ഇതിലെ മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ജേക്ക് ഗിലൻഹോൾ ആണ്. പുള്ളിയുടെ എക്സലൻറ്റ് ആക്ടിങ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലെ ഡിസ്ക് കാണിക്കാം. ആക്ച്വലി ഇതാണ് സ്ലിപ്പ് കവർ, ഇതാണ് കേസ്, ഇതാണ് ഡിസ്ക്. പ്ലെയിൻ ഡിസ്ക്കാണ്, ജസ്റ്റ് സീ ത്രൂ ടൈപ്പാണ്. അതായത് നമുക്ക് അകത്തൊന്ന് കാണാൻ പറ്റും. കാണിച്ചു തരാം. അതിൻ്റെ കൂടെ DVD വരുന്നുണ്ട്. DVD റീജൺ എ ആണ്. ഈ ഡിസ്കും ആക്ച്വലി റീജൺ എ തന്നെയാണ്. ഇനി ഈ മൂവിയെ പറ്റി പറയാം. ഇപ്പോൾ 2014 ഇറങ്ങിയ മൂവി ആണെങ്കിൽ കൂടി ഇത് സംസാരിക്കുന്ന പൊളിറ്റിക്സ് സ്റ്റിൽ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ജേക്ക് ഗിലൻഹോൾ ചെയ്യുന്ന ആക്ച്വലി ഒരു പെറ്റി തീഫിൻ്റെ റോളാണ്. രാത്രി ഈ സ്ക്രാപ്പ് യാർഡിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് ഐറ്റംസൊക്കെ മോഷ്ടിച്ച് ജസ്റ്റ് ഈ പോൺ ഷോപ്പിലൊക്കെ കൊണ്ട് വെച്ച് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അന്നുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നൊരു പുള്ളിയാണ്. പുള്ളി ഒരു കാറിലിങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ഐഡിയ കിട്ടുവാണ്. അത് മീൻസ് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, ഒരു ഫ്രീലാൻസ് ആയിട്ട് ന്യൂസ് കളക്ട് ചെയ്യുക. അങ്ങനെ ഒരു രണ്ടുപേരെ കാണുവാണ് ആക്ച്വലി. അതായത് ഈ ക്രൈം ഇതും പെറ്റിയായിട്ടുള്ള ക്രൈമുകളാണ്. അവർക്ക് ഒരുപാട് ഭയന്നു പോകുന്ന ക്രൈമുകളല്ല. ബേസിക് ആയിട്ടുള്ള ഈ ആക്സിഡൻറ്റ്സ് അങ്ങനത്തെ അതെല്ലാം വിഷ്വലി കളക്ട് ചെയ്തിട്ട് ഓരോ തേർഡ് പാർട്ടി ന്യൂസ് ചാനൽസിൻ്റെ അടുത്ത് കൊണ്ടുപോയി സെല്ല് ചെയ്യുക, അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു പാർട്ടിയെ പറ്റി കാണുവാണ്. അപ്പോൾ പുള്ളിക്ക് ഈ ഐഡിയ കിട്ടുവാണെങ്കിൽ ഇത് ഇത്തിക്കൂടെ കുറച്ചുകൂടെ ഒരു റോ ആയിട്ട് ഇപ്പോൾ കാണിക്കാൻ, ഒരു ന്യൂസ് ചാനലിൽ കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഏത് ലെവൽ വരെ കൊണ്ടുപോകാം എന്നൊരു തോട്ട് പ്രോസസ് വരാണ്. കാരണം പുള്ളി അത്യാവശ്യം ഒരു സാഡിസ്റ്റിക് മൈൻഡുള്ള ഒരാളാണ്. ക്യാരക്ടർ എക്സ്പ്ലോറേഷൻ തന്നെ അത്യാവശ്യം നല്ലപോലെ നമ്മളെ തോട്ടിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന. ഇപ്പോൾ അതായത് ഈ പുള്ളിയെ പറ്റിയുള്ള POV നമുക്കിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ് പുള്ളി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ആ ലെവലിലാണ് പുള്ളി ആക്ട് ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളി ചെയ്യുന്നതെന്ന് വെച്ചാൽ പുള്ളി ഓൾറെഡി തീഫാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി നേരെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു ക്രൈം നടന്ന ആ വീട്ടിനകത്തേക്ക് ആക്ച്വലി ഇടിച്ച് കയറുവാണ്. അതായത് പോലീസ് വരും മുന്നേ ഈ പുള്ളി വീട്ടിനകത്തേക്ക് ഇടിച്ച് കയറും. എന്നിട്ട് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കണ്ടൻറ് എടുക്കും. അതായത് നമുക്കൊരു ന്യൂസ് ചാനലിൽ കാണിക്കാൻ പറ്റാത്ത, ഇപ്പം ഒരു മർഡർ ആണെങ്കിൽ ആ പുള്ളിയുടെ എവിടെയാണ് ആ ഹിറ്റ് കിട്ടിയത്, അത്രയും റോ ആയിട്ട് അത്രയും ഇൻഡെപ്ത് പോയി ഷൂട്ട് ചെയ്ത് ആ കണ്ടൻറ് കൊണ്ട് ചാനലിൽ കൊടുക്കുക. മീൻസ് അപ്പോൾ അത്രയും എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യം വേറെ ചാനൽസൊന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ചാനലിലെ TRP എന്തായാലും കൂടും. ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് പുള്ളി എന്തൊക്കെ ചെയ്യാൻ പോവുകയാണെന്ന് നോക്കുമ്പോഴാണ് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അത്രയും എക്സ്പോസ്ഡ് ആവുന്നത്. ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ കാറ്റഗറിയിൽ വരുന്ന മൂവിയാണ്. എന്തായാലും ഇത് മസ്റ്റ് വാച്ച് തന്നെയാണ്. എഡിഷൻ ബ്ലൂറേ എഡിഷനാണ്, US എഡിഷനാണ്. ഇതിന് 4K വന്നിട്ടില്ല. വിഷ്വലി ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബ്ലൂറേ തന്നെയാണ്. ഓഡിയോ വൈസ് ഇത് DTSൻ്റെ 5.1 ആണ് വരുന്നത്, മാസ്റ്റർ ഓഡിയോ. അപ്പോൾ ഇതൊരു കളക്റ്റീവ് ഐറ്റം തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മൂവി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു മൂവിയായിട്ട് കാണാം. ബൈ.